കഴിഞ്ഞ ദിവസങ്ങളിൽ നിഫ്റ്റി നല്ല രീതിയിലുള്ള ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഇവിടെയുള്ള ഈ റെഡ് ലൈനാണ് 50 മൂവിങ് ആവറേജ് ആണ്. അപ്പോൾ 50 മൂവിങ് ആവറേജ് നമ്മളെല്ലാ സമയത്തും നമുക്കറിയാം, നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ് നമ്മൾ ചെയ്യാറുള്ളത്. സപ്പോർട്ട് റെസിസ്റ്റൻസ് അതിൽ ട്രെൻഡ് ലൈൻ ഉണ്ട്, പിന്നെ അതേപോലെ മറ്റുള്ള ഹൊറിസോണ്ടൽ ലൈനുകൾ, ഇതൊക്കെ വെച്ചാണ് നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ്. അതേപോലെ തന്നെയുള്ള ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ് നമ്മുടെ ഈ EMI, അതായത് 50 മൂവിങ് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് എന്ന് പറയും. അപ്പോൾ ആ ഒരു എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ആണ് 50. അതിൻ്റെ ലെങ്ത്ത് 50 ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 50 അതിൻ്റെ ഓരോരോ അളവാണ്. അപ്പോൾ നമ്മൾ 50 ആണ് നമുക്ക് എപ്പോഴും ഒരു സ്വിംഗ് ട്രേഡിന് നമ്മൾ കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് 50 മൂവിങ് ആവറേജ് ആണ്. അപ്പോൾ 50 മൂവിങ് ആവറേജ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ചാർട്ട്, നിഫ്റ്റിയുടെ ചാർട്ടാണ്. ഈ ചാർട്ട് പരിശോധിച്ചാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏകദേശം ഇവിടെ ഇപ്പോൾ 1-2 സ്ഥലത്ത്. അപ്പോൾ ഇതാ ഈ ഒരു പോയിന്റിൽ, അതേപോലെ ഈ ഒരു പോയിന്റ്, ഇവിടെയൊക്കെ നമ്മൾ മൂവിങ് ആവറേജിൽ സപ്പോർട്ട് അതേപോലെ റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു നിഫ്റ്റി ചാർട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഇത് സപ്പോർട്ടിങ് സോണാണ്. ഓക്കെ, അതേപോലെ ഈ ഭാഗത്ത് റെസിസ്റ്റൻസ് എടുത്തു, പിന്നെ ഇതേപോലെ ഇവിടെ റെസിസ്റ്റൻസ്, ഇതേപോലെ ഈ ഒരു പോയിന്റിൽ റെസിസ്റ്റൻസ്. ഇങ്ങനെ റെസിസ്റ്റൻസും സപ്പോർട്ടുമായിട്ടും നമ്മുടെ ട്രെൻഡ് ലൈൻ പറഞ്ഞതുപോലെ EMI എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജും ആക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോസിൽ അതിനെക്കുറിച്ച് ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മുടെ നിഫ്റ്റി എന്ന നമ്മുടെ ആ ഒരു ചാർട്ട്, നിഫ്റ്റിയുടെ ചാർട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു ഭാഗം ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ നിഫ്റ്റി ഈ ഒരു പോയിന്റിൽ ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ നിഫ്റ്റിയിൽ നല്ലൊരു ഡൗൺഫാൾ സംഭവിച്ചു. അപ്പോൾ ഈ ഡൗൺഫാൾ ഏകദേശം അതിൻ്റെ ആ ഒരു ഒരു കൺസോളിഡേറ്റ് ചെയ്ത ആ ഒരു റീജിയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു മൂവിങ് ആവറേജിലാണ്. അതിനുശേഷം നിഫ്റ്റി അവിടുന്ന് ചെറിയ രീതിയിലുള്ള നമ്മുടെ ഈ ഒരു EMI നമ്മുടെ 50 മൂവിങ് ആവറേജിൽ ഒരു ബ്രേക്ക് ഡൗൺ സംഭവിച്ചു. അപ്പോൾ താഴേക്കൊരു ബ്രേക്ക് ഡൗൺ സംഭവിച്ചു അല്ലേ, ഇവിടെ കാണാൻ പറ്റും. അങ്ങനെ ഈ മൂവിങ് ആവറേജിൽ ബ്രേക്ക് ഡൗൺ സംഭവിച്ചതിന് ശേഷം നമ്മുടെ ചാർട്ട് ഗ്രാഫ് താഴേക്ക് പോയിട്ടുണ്ട് അല്ലേ, പ്രൈസ് താഴേക്ക് മൂവ് ചെയ്തു. ദെൻ അതേപോലെ പിന്നെന്താണ്, മറ്റൊരു കേസിൽ ഇവിടുന്ന് വന്നു, സപ്പോർട്ട് റെസിസ്റ്റൻസ് എടുത്തു, ഇവിടെ ചെറിയ ബ്രേക്ക് ഔട്ട് തന്നു, അത് മുകളിലേക്ക് പോയി അല്ലേ. അതേപോലെ അതിനുശേഷം ഈ മൂവിങ് ആവറേജിനെ ബ്രേക്ക് ചെയ്തു, താഴേക്ക് പ്രൈസ് താഴേക്ക് പോയി അല്ലേ. അപ്പോൾ നമുക്ക് ചില സിറ്റുവേഷനിലൊക്കെ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ്. അത് മാത്രമല്ല, ഈ മൂവിങ് ആവറേജിൽ ബ്രേക്ക് ഔട്ടും പിന്നെ മുകളിൽ നിന്ന് ചാർട്ട് നമ്മളൊരു പ്രൈസ് എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ ഈ ഒരു പ്രൈസ് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടുന്ന് താഴേക്ക് വന്നു, അങ്ങനെ ഈ മൂവിങ് ആവറേജിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെന്താണ് താഴേക്ക് തന്നെയാണ് പോകുന്നത് അല്ലേ. ഇനി അതേപോലെ ചില കേസിൽ ബ്രേക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കാൽക്കുലേഷനിലെത്താം. അത് ഒന്നുകിൽ ഇപ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് കയറി പോകും. ഇനി അതേപോലെ മുകളിൽ നിന്ന് താഴേക്ക് വന്നു, ഈ മൂവിങ് ആവറേജിനെ ബ്രേക്ക് ചെയ്ത് നമുക്ക് ഒരു കൺക്ലൂഷനിലെത്താം. അങ്ങനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് താഴേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്, ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം ഇതൊരു കാൽക്കുലേഷൻ ആണല്ലോ. അപ്പോൾ നമ്മൾ ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് വെച്ച് കാൽക്കുലേഷൻ നടത്തിയിട്ട് നമ്മൾ സ്റ്റോക്കും നിഫ്റ്റിയൊക്കെ നമ്മൾ അനാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മൂവിങ് ആവറേജ് ഇപ്പം അത് ഇനി അതിൻ്റെ മറ്റുള്ളൊരു കാര്യം, ഇപ്പോൾ ഇവിടെ നിന്ന് കാണാം ബ്രേക്ക് ചെയ്തു താഴേക്ക് പോയി അല്ലേ, ഒരു റെസിസ്റ്റൻസ് ആണ്. ദെൻ പിന്നെ താഴെ വന്നു, ഇവിടുന്ന് ഏകദേശം സപ്പോർട്ട് എടുത്തു, നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ഇപ്പോൾ ഈ ഒരു 2 ദിവസം മുന്നേ നമ്മൾ നിഫ്റ്റി മൂവിങ് ആവറേജിനെ ബ്രേക്ക് ചെയ്തു മുകളിലേക്ക് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് മുകളിലേക്ക് കയറിയിട്ടുണ്ട്, മിക്കവാറും നെക്സ്റ്റ് ഡേ ഒന്ന് താഴേക്ക് വന്നു, മൂവിങ് ആവറേജിൽ ഒരു സപ്പോർട്ട് എടുക്കും, എന്നിട്ട് മുകളിലേക്ക് കയറി പോകാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു രീതിയിൽ അനാലിസിസ് നടത്തുമ്പോൾ നമുക്ക് നിഫ്റ്റി 50 മൂവിങ് ആവറേജിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഇനി സ്റ്റോക്കിലേക്ക് പോകാം. ഓരോരോ സ്റ്റോക്ക് നമ്മൾ ഏതൊക്കെ സ്റ്റോക്കാണ് നമുക്ക് ഒന്ന് കൺസിഡർ ചെയ്യാം. ഒരു 2-3 സ്റ്റോക്ക് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അനാലിസിസ് നമുക്കൊന്ന് നടത്താം. സ്ക്രീനിൽ പോയിട്ട് ആ സ്റ്റോക്കിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. എന്നിട്ട് നമുക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ ആ സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ദെൻ ഫസ്റ്റ് ബ്ലൂ സ്റ്റാർ എന്നൊരു സ്റ്റോക്ക് നമുക്ക് ഒന്ന് നോക്കാം. ബ്ലൂ സ്റ്റാർ ഇപ്പം ഏകദേശം നമുക്ക് ഈ ഒരു സ്റ്റോക്ക് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു സമയം ആണ്. കാരണം ബ്ലൂ സ്റ്റാർ നമുക്കറിയാം AC, അതേപോലെ നമ്മളെ ഇലക്ട്രോണിക്
ഐറ്റംസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു കമ്പനിയാണ് അല്ലേ. അപ്പോൾ ഈ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്നത് മിക്കവാറും ഇനി വരുന്ന നമ്മുടെ മാർച്ച്, ഏപ്രിൽ, മെയ് ഈ 3 മാസങ്ങളിൽ നല്ല ചൂടും അതേപോലെ നല്ല സീസൺ, നല്ല സമ്മർ സീസണാണ്. അപ്പോൾ ഈ സമ്മർ സീസണിൽ നല്ല സെയിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് ഇത് ബ്ലൂ സ്റ്റാർ. AC പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനി ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബ്ലൂ സ്റ്റാർ എന്നൊരു സ്റ്റോക്ക് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ 2024 മാർച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഏകദേശം മാർച്ച് ആ ഒരു സമയം നോക്കാം. കണ്ട ഇപ്പോൾ 24 മാർച്ച്. അപ്പോൾ ഈ ഒരു മാർച്ച് മാസങ്ങൾ നമ്മൾ ഈ ബ്ലൂ സ്റ്റാർ കമ്പനി കഴിഞ്ഞ മാർച്ചിൽ നടന്ന ചെറിയ നമുക്ക് നോക്കാം. കണ്ട ഈ ഒരു സമയങ്ങളിൽ നമ്മൾ ബ്ലൂ സ്റ്റാർ കണ്ട ഇവിടുന്ന് മാർച്ച് മാസങ്ങളോടുകൂടി നമ്മൾ ബ്ലൂ സ്റ്റാർ എന്ന കമ്പനിയിൽ ചെറിയൊരു അപ്സൈഡ് കാണാൻ പറ്റും നമുക്ക് അല്ലേ. അപ്പോൾ അത് അപ്പായിട്ട് മാർച്ച്, മെയ് മാസങ്ങൾ, കാരണം ഇതൊരു ക്ലൈമറ്റ്, ഒരു സീസണൽ ചേഞ്ചും കൂടി നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബ്ലൂ സ്റ്റാർ എന്ന സ്റ്റോക്കാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ മറ്റുള്ള ഒരു ചെറിയൊരു അനാലിസിസ് നമുക്കൊന്ന് നടത്തി നോക്കാം. ആ ഒരു കമ്പനിയെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സ്റ്റഡി ചെയ്യാം, എന്നിട്ട് മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ബ്ലൂ സ്റ്റാർ കമ്പനിയുടെ സ്ക്രീനിൽ ആ കമ്പനിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് നമുക്ക് ബ്ലൂ സ്റ്റാർ ഏകദേശം മാർക്കറ്റ് ക്യാപ്പ് 44 കോടിയില്ല 44,263 CR ആണ് അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ്. അതേപോലെ ROCE കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ROCE 15 to 25, അതിൻ്റെ ഇടയിലുള്ള ആ ഒരു ROCE ആണ് നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യാൻ പറ്റിയ ROCE ആണ്. ദെൻ സ്റ്റോക്ക് PE, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്റ്റോക്ക് PE ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ സ്റ്റോക്ക് PE നല്ല കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്താണ് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു കമ്പനിയാണ്. ദെൻ അതിൻ്റെ ചാർട്ടിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ആ ചാർട്ടിൽ അത് മറ്റുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കാം. കമ്പനി ഹാസ് റെഡ്യൂസ്ഡ് ഡെപ്റ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം കമ്പനി ഡെപ്റ്റ്, ആ കടങ്ങൾ കുറച്ച് കൊണ്ടുവരുന്നത്. കാരണം കടം ഉള്ള കമ്പനിയാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ചെറിയ പേടിയും ഉണ്ടാകും. കാരണം ഈ കടം എന്നത് ഒരു കമ്പനിയെ പിന്നോട്ട് വലിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കമ്പനി കടങ്ങൾ തീർത്ത് കൊണ്ടുവരുന്നൊരു കമ്പനിയാണ്, റെഡ്യൂസ്ഡ് ഡെപ്റ്റ്. ദെൻ നോക്കിയാൽ മറ്റൊന്നാണ് നല്ല രീതിയിലുള്ള ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 40.3% പേ ഔട്ട് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ഈ ബ്ലൂ സ്റ്റാർ. ദെൻ ഇനി അതിൻ്റെ കോൺസ് നോക്കാം. സ്റ്റോക്ക് ഈസ് ട്രേഡിംഗ് അറ്റ് 16.2 times ബുക്ക് വാല്യൂ. അപ്പം ബുക്ക് വാല്യൂവിൽ എന്താണ് ഒരു 16 തവണ ബുക്ക് വാല്യൂവിൽ ആ ഒരു സ്റ്റോക്ക് ഇങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് മറ്റുള്ളതിനെ അപേക്ഷിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു കമ്പനിയാണ്. ഓക്കെ, ദെൻ ഇനി ഈ ഒരു കമ്പനിയുടെ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് നമുക്ക് നോക്കാം. ഓരോ ഇയർ ബൈ നോക്കുന്ന സമയത്ത് അതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് നല്ല രീതിയിലൊരു ഹൈക്ക്, നല്ലൊരു ഡെവലപ്മെൻറ്റ് കൂടി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു കമ്പനി പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്, നമുക്ക് എന്ത് ചെയ്യാം, സംശയം പറയാം. ഓക്കെ, പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് നമ്മൾ ഈ ബ്ലൂ സ്റ്റാർ. ദെൻ നെക്സ്റ്റ് ഇനി വരും നെറ്റ് പ്രോഫിറ്റ് നോക്കാം. നെറ്റ് പ്രോഫിറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നത് അടുത്ത വർഷം അവർ എക്സ്പെക്ട് ചെയ്യുന്നത് 557 CR ആണ് നെറ്റ് പ്രോഫിറ്റ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം മാർച്ച് 2024 414 CR ഉണ്ട് ഈ ഒരു ക്വാർട്ടറിൽ. ഓക്കെ, അപ്പം നല്ല രീതിയിൽ പ്രോഫിറ്റ് എക്സ്പെക്ട് ചെയ്യുന്ന നല്ല ഒരു പ്രോഫിറ്റിലേക്ക് വരുന്നൊരു കമ്പനിയാണ് ഇത് ഈ ഒരു ബ്ലൂ സ്റ്റാർ. അപ്പോൾ നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന കമ്പനിയാണ്. ഇത് നമുക്ക് അതിൻ്റെ കോമ്പൗണ്ട് സെയിൽ ഗ്രോത്ത് 13%, 5 years 13. അപ്പോൾ എന്താണ് അത് നല്ല ഒരു പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്ന കമ്പനി നമുക്ക് ഞാൻ പറയാം. ദെൻ അതിൻ്റെ ബാലൻസ് ഷീറ്റാണ്, പിന്നെ ക്യാഷ് ഫ്ലോ, ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഏകദേശം പ്രൊമോട്ടേഴ്സ് 36%, 36% പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ തന്നെയാണ് അല്ലേ. ദെൻ FISൻ്റെ കയ്യിൽ 18.48, ദെൻ DISൻ്റെ കയ്യിൽ 22% ഉണ്ട്, പബ്ലിക് 22% പബ്ലിക്കിന് കയ്യിൽ ഷെയർ ഹോൾഡിങ്ങൾ. അപ്പോൾ ഏതായാലും പ്രൊമോട്ടേഴ്സിൻ്റെ 36%, അതായത് മെജോറിറ്റി പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലുള്ള സ്റ്റോക്കാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് നല്ലൊരു കമ്പനിയാണ്, കാരണം പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലുള്ള സ്റ്റോക്കാണ്. അപ്പോൾ നല്ലൊരു കമ്പനി നമുക്ക് എന്ത് ചെയ്യാം പറയാൻ പറ്റും. ഓക്കെ, ഇതാണ് ബ്ലൂ സ്റ്റാർ കമ്പനി. ഇനി നമുക്ക് അതിൻ്റെ ചാർട്ടിലേക്ക് തന്നെ വീണ്ടും പോവാം. ഓക്കെ, ഇതിൻ്റെ ചാർട്ട് പാറ്റേൺ നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഈ ഡെയിലി ടൈം ഫ്രെയിമിലാണ് ചാർട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ഏതായാലും ഈ ഒരു കമ്പനി ഇപ്പോൾ ഒരു സപ്പോർട്ട് സോണാണ്. കാരണം നമ്മൾ സപ്പോർട്ട് സോൺ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഇതാ ഈ ഒരു ഭാഗത്ത് കമ്പനി ഒരുപാട് തവണ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഒരു തവണ റെസിസ്റ്റൻസിൽ താഴോട്ട് പോയി അല്ലേ. അതേപോലെ ഇവിടുന്ന് രണ്ടാമത് റെസിസ്റ്റൻസിൽ താഴേക്ക് പോയി. പിന്നെ എന്ത് ചെയ്തു കമ്പനി, അത് ബ്രേക്ക് ചെയ്തു, മുകളിലേക്ക് പോയി, പിന്നെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയി അല്ലേ. ദെൻ അതേപോലെ വീണ്ടും റെസിസ്റ്റൻസ്, അങ്ങനെ ഒരുപാട് തവണ ഈ റെസിസ്റ്റൻസ് എടുത്തിട്ട് അത് പിന്നെ എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യും. അങ്ങനെ ബ്രേക്ക് ഔട്ട് സംഭവിച്ചു. പിന്നെ വീണ്ടും അത് എന്ത് ചെയ്യും, ഒരു റീടെസ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ബ്രേക്ക് ഔട്ട് ചെയ്ത് റീടെസ്റ്റ് എടുത്ത് പിന്നെ ആ കമ്പനി ആ ബ്രേക്ക് ഔട്ട് നല്ലൊരു ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ, നല്ലൊരു ഹെൽത്തി ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ എന്ത് ചെയ്യും, അത് കയറി മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്, ചാൻസ് ഉണ്ട്. കാരണം ഒരുപാട് തവണ ഇങ്ങനെ റെസിസ്റ്റൻസ് എടുത്താൽ പിന്നെ ആ റെസിസ്റ്റൻസ് എടുത്ത് അവസാനം ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ ആ ബ്രേക്ക് ഔട്ടിൽ പിന്നെ എന്ത് ചെയ്യും, സ്റ്റോക്ക് മുകളിലേക്ക് ഹൈക്കാവും, പ്രൈസ് മുകളിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് ആ രീതിയിൽ ഇതൊരു ബ്രേക്ക് ഔട്ട് സ്റ്റോക്കാണ്. അപ്പോൾ നമുക്ക് ആ രീതിയിൽ പരിഗണിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് ഇത് ബ്ലൂ സ്റ്റാർ എന്ന ഈ ഒരു കമ്പനി. ഓക്കെ, ദെൻ അതിൻ്റെ നമ്മൾ മറ്റൊരു ട്രെൻഡ് ലൈൻ വരച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ട്രെൻഡ് ലൈൻ വരച്ചാൽ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും.
ഇതാണ് അതിൻ്റെ ട്രെൻഡ് ലൈൻ. ഇതൊരു സപ്പോർട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ട്രെൻഡ് ലൈൻ സപ്പോർട്ടിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പം ഇവിടുന്ന് ഒന്ന് കാണിച്ചു തരാം. നമ്മളിവിടെ ആ ഒരു കമ്പനി ഇവിടെ നമ്മൾ ഈ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ സപ്പോർട്ട് നമ്മൾ ട്രെൻഡ് ലൈൻ വരച്ചു. ദെൻ അതിനുശേഷം ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ ഇനി ബ്രേക്കൗട്ട് എൻട്രി നമ്മൾ എടുക്കുന്നില്ലെങ്കിൽ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ചാൻസ് എന്ന് പറഞ്ഞാൽ കമ്പനി എന്ത് ചെയ്യും, ഇവിടുന്ന് ഇപ്പോൾ ഈ ഒരു പോയിന്റിലാണ് ഷെയർ മാർക്കറ്റുള്ളത് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ചില സമയത്ത് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ സ്റ്റോക്ക് ഇവിടെ താഴെ ഈ ഒരു സപ്പോർട്ട് സോണിലേക്ക്, ഈ ഒരു ട്രെൻഡ് ലൈനിലേക്ക് വരികയാണ്. കാരണം ഇവിടെ നമുക്ക് കാണാം ഒരു സപ്പോർട്ട്, മറ്റൊരു സപ്പോർട്ടിംഗ് സോണ്. ഇനി ഇതേപോലെ ഇവിടെയും സപ്പോർട്ട് എടുക്കാൻ നമ്മുടെ ആ സ്റ്റോക്ക് വരുന്നവരെ നമുക്ക് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. അങ്ങനെ വന്ന് ഇവിടെ സപ്പോർട്ട് എടുത്ത് നമ്മുടെ സ്റ്റോക്ക് ഒന്ന് തിരിച്ചു കയറും. അപ്പോൾ നമുക്കൊരു 5 to 10% സിമ്പിളായിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സ്റ്റോക്കിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബ്ലൂ സ്റ്റാർ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പരിഗണിക്കാൻ പറ്റിയൊരു സ്റ്റോക്കാണ് ബ്ലൂ സ്റ്റാർ എന്ന ഈ ഒരു കമ്പനി. ഓക്കെ, ഇപ്പോൾ ഡ്രോയിങ്സ് ഞാൻ മൊത്തം ഒന്ന് മായ്ക്കാണെന്നിട്ട് മറ്റൊരു ഡ്രോയിങ്സ് ഒന്ന് വരച്ച് നോക്കാം. നമ്മൾ ട്രെൻഡ് ലൈൻ, ഇവിടെ ട്രെൻഡ് ലൈൻ, മറ്റൊരു ട്രെൻഡ് ലൈൻ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ട്രെൻഡ് ലൈനാണ്. ഇനി ഇതേപോലെ നമ്മൾ ഇവിടുന്ന് ഈ ഒരു ട്രെൻഡ് ലൈൻ നോക്കി ഇങ്ങനെയും ട്രെൻഡ് ലൈൻ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഈ 2 ട്രെൻഡ് ലൈൻ നമുക്കറിയാം, ചിലപ്പം ഈ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യും. എക്സാം ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ കാണാം, നമുക്കിന്ന് ഇവിടുന്ന് ഒരു റെസിസ്റ്റൻസ് എടുത്തു അല്ലേ, അതേ ഒരു പോയിന്റ് നമ്മൾ ട്രെൻഡ് ലൈൻ വരയ്ക്കുന്ന സമയത്ത് ആ സെയിം പോയിന്റിൽ ഇവിടെയും റെസിസ്റ്റൻസ് താഴെ പോലാണ് അല്ലേ. അപ്പോൾ ചില കേസിൽ എന്ത് സംഭവിക്കും, നമ്മുടെ സ്റ്റോക്ക് അപ്പോൾ ഇവിടുന്ന് റെസിസ്റ്റൻസ് എടുത്തു, ചിലപ്പോൾ നമ്മുടെ സ്റ്റോക്ക് താഴേക്ക് വരും. ഇവിടെ സപ്പോർട്ട് എടുക്കും, വീണ്ടും കയറി ഇവിടെ റെസിസ്റ്റൻസ് എടുത്ത് വീണ്ടും സപ്പോർട്ട് എടുത്ത് ഇവിടെ ഏതെങ്കിലും ഒന്ന് ചിലപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് ചെയ്താൽ നമുക്കൊന്ന് ബ്രേക്ക് ഔട്ട് കിട്ടി പിന്നെ മുകളിലേക്ക് പോകും. സംതിങ് ഇനി അങ്ങനെ അല്ലെങ്കിൽ ഇവിടെ ബ്രേക്ക് ഔട്ട് എടുത്ത് റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് പോകും. പക്ഷെ നമുക്ക് വരുന്ന ഈ മാർച്ച്, മെയ്, ഏപ്രിൽ, മെയ് ആ ഒരു മാസം ബ്ലൂ സ്റ്റാർ എന്ന കമ്പനി ഒട്ടുമിക്ക സമയങ്ങളിലും മുകളിലേക്കാണ്. കാരണം നല്ല സെയിൽ ഗ്രോത്ത് ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് സെയിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ കമ്പനി പ്രോഫിറ്റിലേക്ക് വരും. അങ്ങനെ കമ്പനി എന്ത് ചെയ്യും, മുകളിലേക്ക് മാർക്കറ്റ് പ്രൈസ് മുകളിലേക്ക് കയറേണ്ട സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ ഒരു ചാൻസ് ഇതിൽ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മസ്റ്റായിട്ട് നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. ഏകദേശം വെയിറ്റ് ചെയ്ത് നമ്മുടെ സ്റ്റോക്ക് ഏകദേശം അതിൻ്റെ പ്രൈസ് നമുക്ക് ഏകദേശം പ്രൈസ് ഇപ്പോൾ കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ പ്രൈസ് ഏകദേശം നമുക്ക് സപ്പോർട്ടിങ് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം അതിൻ്റെ പ്രൈസ് നമുക്ക് ഈ ഒരു സപ്പോർട്ടിൽ ഏകദേശം ഇപ്പം 2150, ഇപ്പോൾ 2000 ഓക്കെ, നമുക്ക് 2050 ഏകദേശം ഒന്ന് ടൈപ്പ് ചെയ്യാം. എമൗണ്ട് 2000 to 2050 ഈ ഒരു റേഞ്ചിൽ നമ്മുടെ സ്റ്റോക്ക് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് ഇതിൻ്റെ ഈ ഒരു റേഞ്ചിനുള്ളിൽ നമുക്ക് സ്റ്റോക്ക് നമുക്ക് വാങ്ങാം. നമ്മൾ സിംഗിന് വേണ്ടി നമുക്ക് സ്റ്റോക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെ കൺസിഡർ ചെയ്ത് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ നമ്മുടെ ആ ഒരു പ്രൈസ് എത്തുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നിങ്ങൾക്ക് വാങ്ങാം. എന്നിട്ട് നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പം കുറച്ച് മുകളിൽ 2150 ട്രേഡ് ചെയ്യുന്നത്, അത് താഴേക്ക് വരും. മാർക്കറ്റ് ചെറിയൊരു ഡിസ്കൗണ്ട് റേറ്റിൽ നമുക്ക് കിട്ടുന്ന സമയത്ത് ആ സമയത്ത് മാത്രമേ വാങ്ങാം. ചാടി കയറി നമ്മൾ മുകളിൽ പോയിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ഡിസ്കൗണ്ട് റേറ്റിലേക്ക് നമ്മൾ ഷെയർ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റോക്ക് നമുക്ക് വാങ്ങാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് നമ്മുടെ സ്റ്റോക്ക് ബ്ലൂ സ്റ്റാർ. ദെൻ നെക്സ്റ്റ് അടുത്തതാണ് ITC ലിമിറ്റഡ്. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു കമ്പനിയാണ് ITC ലിമിറ്റഡ്. അപ്പോൾ ITC ലിമിറ്റഡിൻ്റെ ഒരു ചാർട്ട് നമുക്കൊന്ന് അനാലിസിസ് നടത്താം. ഓക്കെ, ഈ ഒരു റീജിയൻ, ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ITC ലിമിറ്റഡിൽ ഒരുപാട് തവണ റെസിസ്റ്റൻസ് ഇവിടെ കാണാൻ പറ്റില്ലേ, റെസിസ്റ്റൻസ് എടുത്ത ഒരുപാട് പോയിന്റുകളാണ്. ദെൻ അതേപോലെ ഇവിടെ പിന്നെ നമുക്കൊരു ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയി ഇവിടുന്നും വീണ്ടും അതേപോലെ റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്. അതുമാത്രമല്ല നമ്മുടെ സ്റ്റോക്കിൽ ഇവിടെ നമുക്ക് 50 മൂവിങ് ആവറേജും കാണാൻ പറ്റും. 50 മൂവിങ് ആവറേജിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്, പിന്നെ വീണ്ടും താഴെ പോയി. ഇനി 50 മൂവിങ് ആവറേജ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് കാണാം അല്ലേ. അതുമാത്രമല്ല ഇപ്പോൾ നമ്മൾ ITC എന്ന കമ്പനി ഒരു താഴെ സപ്പോർട്ടിലാണ് താഴെയുള്ള. കാരണം ഏകദേശം 500 മുകളിൽ ആ ഒരു റേഞ്ചിൽ നിന്ന് 500 നിന്ന് ഏകദേശം 400 ഇപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് 405 ഈ ഒരു പ്രൈസിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റോക്ക് ഒന്ന് മുകളിലേക്ക് കയറാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് അത് ഒന്ന് നോക്കാം. അതിൻ്റെ ട്രെൻഡ് ലൈൻ ഞാൻ ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ട്രെൻഡ് ലൈൻ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും അല്ലേ, ഈ ഒരു ട്രെൻഡ് ലൈൻ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ സ്റ്റോക്ക് ഒന്നുകിൽ ഇവിടേക്ക് വന്ന് ഈ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഏകദേശം ഒരു 390 റേഞ്ചിൽ സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് കയറുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ടിങ് ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മളെ 15 മൂവിങ് ആവറേജ്. ഈ 50 മൂവിങ് ആവറേജ് അത് ബ്രേക്ക് ചെയ്യുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.
അപ്പോൾ അത് വരും ദിവസങ്ങളിൽ 50 മൂവിങ് ആവറേജ് എവിടെയാണോ വരുന്നത് ആ സ്പോട്ട്, ആ ഒരു ഏരിയ നോക്കി നമുക്ക് ചെയ്യാം ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ഒരു എന്താണ് സപ്പോർട്ട് അതേപോലെ റെസിസ്റ്റൻസ് അതൊന്ന് പരിഗണിക്കാം. അപ്പോൾ ഏകദേശം നമ്മൾ ഈ ഒരു റീജിയൻ ആണെങ്കിൽ നമ്മൾ ഏകദേശം എടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 390, അതേപോലെ 400, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എത്തുന്ന സമയത്ത് ആ സ്റ്റോക്ക് നമുക്കൊന്ന് പരിഗണിക്കാം. ഇനി നമ്മൾ ITC ലിമിറ്റഡിൻ്റെ പ്രോഫിറ്റ് മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്ന് നോക്കാം. ITC, അപ്പോൾ ഈ ITC ലിമിറ്റഡ് മാർക്കറ്റ് ക്യാപ്പ് നമുക്കറിയാം നല്ല ഒരു മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ്. സ്റ്റോക്ക് PE 25%, 25.5 നല്ലൊരു സ്റ്റോക്ക് PE ആണ് ആ കമ്പനിക്കുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് PE നമ്മൾ എന്താണെന്ന് പറഞ്ഞതാണ് അല്ലേ. ദെൻ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 406. അതിൻ്റെ കമ്പനി ഈസ് ആൾമോസ്റ്റ് ഡെപ്റ്റ് ഫ്രീ ആയ കമ്പനിയാണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് എന്തെങ്കിലും കടങ്ങളൊക്കെ ഇല്ലാത്തൊരു കമ്പനിയാണ്. പിന്നെ ഗുഡ് ഡിവിഡൻഡ്, നല്ല ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്. നല്ല ROE റിട്ടേൺ ഓൺ ഇക്വിറ്റി കൊടുക്കുന്നത്, നല്ല ഷെയർ ഹോൾഡേഴ്സിന് റിട്ടേൺ കൊടുക്കുന്ന കമ്പനിയാണ്. അതേപോലെ നല്ല പേ ഔട്ട് ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനിയാണ്. നമുക്ക് പരിഗണിക്കാൻ പറ്റിയ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് ITC ലിമിറ്റഡ്. ദെൻ നമുക്കതിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഓരോ ക്വാർട്ടറിലും റിസൾട്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ് മേക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. 5191, 5170. അപ്പോൾ നല്ല രീതിയിൽ പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്ന ഓരോ ക്വാർട്ടറിലും നല്ല പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്ന കമ്പനിയാണ് ITC. അതിൻ്റെ ലാസ്റ്റ് ഇയർ പ്രോഫിറ്റ് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാം ഏറ്റവും അവസാനം മാർച്ച് 24 20,751. അതേപോലെ അതിൻ്റെ മുന്നേ 2021 മാർച്ചിൽ 19,477, മാർച്ച് 22 15,500. അപ്പോൾ ഓരോ വർഷങ്ങളും അതിൻ്റെ പ്രോഫിറ്റ് ആ ഒരു കമ്പനി ഏൺ ചെയ്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു കമ്പനിയാണ് ITC. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ITCയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ITCയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യണം, കാരണം നമ്മൾ സ്വിംഗ് ആണ്. ഒരു സ്വിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ ഡ്യൂറേഷൻ 3 മന്താണ്. 3 മന്ത് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇന്ന് ഇപ്പോൾ നമ്മൾ ഈ നാളെ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് മറ്റന്നാൾ നമുക്ക് ഹൈ പ്രോഫിറ്റ് കിട്ടും. അതൊന്നും നമ്മൾ ഒരിക്കലും കണക്കൂട്ടാൻ പാടില്ല. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു 3 മന്ത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം 5 to 10% വരെ നമുക്ക് എന്ത് ചെയ്യാം പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇന്ന് ഈ 2 സ്റ്റോക്കിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തത്. ദെൻ വരും ദിവസം നമുക്ക് മറ്റുള്ള സ്റ്റോക്കുകളായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ സപ്പോർട്ട് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.